എല്ലാവർക്കും PSC പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് IT ആക്ട് ആണ്. IT ആക്ട് 2000ഉം പിന്നെ അതിൻ്റെ അമെൻമെൻറ്റ് ആക്റ്റുമാണ് പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അനുബന്ധമായിട്ടുള്ള കുറച്ച് നിയമങ്ങളും പിന്നെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും IT ആക്റ്റും സൈബർ ലോയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും. സൈബർ ക്രൈംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് വേറൊരു വീഡിയോയിൽ ചെയ്യാം, ഒരുപാടായി പോവും. ഇപ്പോൾ IT ആക്റ്റും അതിൻ്റെ അനുബന്ധമായ കുറച്ച് നിയമങ്ങളും പിന്നെ എക്സ്ട്രാ കുറച്ച് പോയിൻറ്റ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിഗ്രി ലെവലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് IT ആക്റ്റും അതർ ലൈം. അതിൻ്റെ അവയർനെസ് ലെവൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. LDക്കും IT ആക്റ്റൊക്കെ ചോദിക്കാം. LDക്കും കമ്പ്യൂട്ടർ ഒരു പ്രത്യേക ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സൈബർ നിയമം പാസ്സാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ. സൈബർ നിയമം പാസ്സാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണെങ്കിൽ ഇന്ത്യ. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഇന്ത്യ. സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17നാണ് IT ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. ഒന്നുകൂടെ നോക്കാം. സൈബർ നിയമം ഏഷ്യയിൽ ആദ്യം പാസ്സാക്കിയ രാജ്യം സിംഗപ്പൂർ. ദക്ഷിണേഷ്യൻ രാജ്യമാണെങ്കിൽ ഇന്ത്യയാണ്. സൈബർ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ സെക്ഷനുകൾ, ചാപ്റ്ററുകൾ, ഷെഡ്യൂളുകൾ എന്നിവയുടെ എണ്ണം. അപ്പോൾ എത്ര IT ആക്ട് 2000-ൽ 94 സെക്ഷൻ, 13 ചാപ്റ്റർ, 4 ഷെഡ്യൂൾ, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. IT ആക്ട് 2000-ൽ 94 സെക്ഷൻ, 13 ചാപ്റ്റർ, 4 ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2008-ലെ IT ഭേദഗതി, അതായത് 2000-ൽ IT ആക്ട് നിലവിൽ വന്നു. 2008-ൽ അത് ഭേദഗതി ചെയ്തു. 2008-ലെ ഭേദഗതി ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടീൽ. അപ്പോൾ 2008-ലെ IT ഭേദഗതി ഒപ്പുവെച്ച രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. 2009 ഫെബ്രുവരി 5-നാണ് പ്രതിഭ പാട്ടീൽ അതിൽ ഒപ്പുവെച്ചത്. 2008-ലെ IT ഭേദഗതി നിലവിൽ വന്ന തീയതിയാണെങ്കിൽ 2009 ഒക്ടോബർ 27. 2009 ഫെബ്രുവരി 5-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അത് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നാണ്. IT ആക്ട് 2008 ഭേദഗതി നിയമം പാസ്സാക്കിയ വർഷം, അതായത് ലോക്സഭയും രാജ്യസഭയും അത് പാസ്സാക്കിയത് 2008 ഡിസംബർ 23, 24. ഒന്നുകൂടെ പറയാം. 2008 ഡിസംബർ 23, 24-നാണ് പാർലമെൻറ്റ് അത് പാസ്സാക്കിയത്. പാർലമെൻറ്റ് IT ആക്ട് 2008 പാസ്സാക്കിയത് 2008 ഡിസംബർ 23, 24-നും. IT ആക്ട് 2008-ലെ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2009 ഫെബ്രുവരി 5-ന്. പ്രതിഭ പാട്ടീൽ ഒപ്പുവെച്ചത് 2009 ഫെബ്രുവരി 5-ന്. നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. IT ഭേദഗതി ബിൽ 2008 പ്രകാരം IT ആക്ടിൽ എന്തൊക്കെയാണുള്ളത്? ആദ്യം നമ്മൾ പറഞ്ഞു 2000-ലെ ആക്ട് പ്രകാരം 94 സെക്ഷൻ, 13 ചാപ്റ്റർ, 4 ഷെഡ്യൂൾ. 2008 ഭേദഗതി ചെയ്തപ്പോൾ 124 സെക്ഷനായി. 94 എന്നുള്ളത് 30 കൂടി 124 സെക്ഷനായി. 13 എന്നുള്ളത് 14 ചാപ്റ്ററായി. 4 ഷെഡ്യൂൾ എന്നുള്ളത് കുറഞ്ഞ് 2 ഷെഡ്യൂളായി മാറി. അപ്പോൾ ഒന്നുകൂടെ 124 സെക്ഷൻ, 14 ചാപ്റ്റർ, 2 ഷെഡ്യൂൾ. കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നത് തടയുന്ന ഇനി നമുക്ക് കുറച്ച് വകുപ്പുകൾ നോക്കാമേ. IT ആക്ടിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള വകുപ്പുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഇമ്പോർട്ടൻ്റ് വകുപ്പുകളാണ്. കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നത് തടയുന്ന വകുപ്പ് സെക്ഷൻ 65. അതായത് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നത് തടയുന്ന വകുപ്പാണ് സെക്ഷൻ 65. അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടി അനുഭവിക്കേണ്ടി വരും. ഒന്നുകിൽ 2 ലക്ഷം രൂപ വരെ പിഴ നൽകാം, ഇല്ലെങ്കിൽ 3 വർഷം തടവ് നൽകാം, ഇല്ലെങ്കിൽ രണ്ടും കൂടി കൊടുക്കാം. അത് ശിക്ഷയുടെ എന്താണോ അവർ ചെയ്ത കുറ്റം അതിനനുസരിച്ചായിരിക്കും ശിക്ഷ വിധിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെതിരെയുള്ള IT ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 66. അപ്പോൾ ഹാക്കിംഗ് ചോദിച്ചാൽ 66. ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം, അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം സെക്ഷൻ 66. 65 കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സിനെയൊക്കെ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുക, അതിനെ നശിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ സെക്ഷൻ 65 ഡോക്യുമെൻറ്റ്സ്. ഹാക്കിംഗ് ആണെങ്കിൽ 66. ഹാക്കിങ്ങിൻ്റെ ശിക്ഷയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും. 5 ലക്ഷം, 3 വർഷം. ഇനി പണിഷ്മെൻറ്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ്, അതായത് കമ്മ്യൂണിക്കേഷൻ സർവീസസ് മൊബൈൽ വഴി അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജസ്, കുറ്റകരമായ മെസ്സേജുകൾ സെൻഡ് ചെയ്തതിന് ഉള്ള പണിഷ്മെൻറ്റ് പറയുന്നത് 66A-യിലാണ്. 66 ഹാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. 66A-യിൽ പറയുന്നതാണ് ഒഫൻസീവ് മെസ്സേജസ് നമ്മൾ
സെൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെതിരെയുള്ള പണിഷ്മെൻ്റാണ് സെക്ഷൻ 66A. IT ആക്ടിലെ കരി നിയമം എന്നറിയപ്പെടുന്നതാണ് 66A. അപ്പോൾ IT ആക്ടിലെ കരി നിയമം എന്നറിയപ്പെടുന്ന വകുപ്പാണ് 66A. ആ വകുപ്പ് ഭരണഘടനയിലെ 19(1)A എന്ന വകുപ്പിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി റദ്ദാക്കിയത് 2015 മാർച്ച് 24-നാണ്. ഭരണഘടനയിലെ 19(1) അതിൽ A എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫ്രീഡം, കുറച്ച് ഫണ്ടമെന്റൽ ഫ്രീഡം പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഫ്രീഡം എന്താണ്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. അതിൻ്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി റദ്ദാക്കിയത് 2015 മാർച്ച് 24-നാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. എന്നാണ് IT ആക്ടിലെ കരി നിയമം എന്നറിയപ്പെടുന്ന 66A വകുപ്പ് ഭരണഘടനയിലെ 19(1) പ്രകാരം 1A വകുപ്പിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി അതിനെ സസ്പെൻഡ് ചെയ്തു, റദ്ദാക്കി 2015 മാർച്ച് 24-ന്. IT ആക്ടിലെ 66A വകുപ്പ് റദ്ദാക്കിയതോടൊപ്പം റദ്ദാക്കിയ കേരള പോലീസ് നിയമത്തിലെ വകുപ്പാണ് 111D. അപ്പോൾ ഒരു ആക്ട്, കുറ്റകൃത്യങ്ങളൊക്കെ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ട് പുതിയതായിട്ട് വരുമ്പോൾ അതനുസരിച്ച് പോലീസിൻ്റെയും ആ ആക്ടിലെ പോലീസിൻ്റെ കാര്യങ്ങൾ, അവരുടെ നിയമത്തിലും എന്ത് വരാം, മാറ്റങ്ങൾ വരുത്താം. അങ്ങനെ IT ആക്ടിലെ 66A റദ്ദാക്കിയതിൻ്റെ ഫലമായിട്ട് പോലീസ് നിയമത്തിലെ വകുപ്പ് 118D റദ്ദാക്കി. മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ അനുബന്ധ ഉപകരണങ്ങളോ സ്വീകരിക്കുന്നത് തടയുന്ന വകുപ്പാണ് 66B. സെക്ഷൻ 66B ആണ്. അതായത് നമുക്കൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും ടെക്നോളജി പരമായിട്ടുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് അല്ലെങ്കിൽ അതിന് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന് നമ്മളത് സ്വീകരിച്ചാലും അത് എന്താണ്? IT ആക്ട് പ്രകാരം കുറ്റമാണ്. പണിഷ്മെന്റ് ഫോർ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് 66B ആണ് സെക്ഷൻ. 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ ആണ്. മറ്റൊരാളുടെ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നത് 66C. മറ്റൊരാളുടെ പാസ്വേഡുകൾ, ദാറ്റ് ഈസ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഒരാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുകയല്ലേ, ഒരാളുടെ പാസ്വേഡ് മോഷ്ടിക്കുക അല്ലെങ്കിൽ പാസ്വേഡ് ഉപയോഗിക്കുകയോ ചെയ്യുന്നതിന് 66C പ്രകാരമാണ് പണിഷ്മെന്റ് വരുന്നത്. എന്ത് പ്രകാരമാണ്? 66C പ്രകാരം. ഇതെല്ലാം പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 66 ഹാക്കിംഗ്, 66A വന്നിട്ട് ഒഫൻസീവ് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നതാണ്. അത് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. 66B ആണെങ്കിൽ മോഷണ വസ്തുക്കൾ, കമ്പ്യൂട്ടർ പോലെയുള്ള വസ്തുക്കൾ മോഷ്ടിച്ചത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് 66B. 66C ആണെങ്കിൽ പാസ്വേഡുകൾ ഉപയോഗിക്കുക, മറ്റൊരാളുടെ പാസ്വേഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് 66C. കമ്പ്യൂട്ടറോ അനുബന്ധ ഇലക്ട്രോണിക് ഉപകരണം, അതിൻ്റെ ശിക്ഷ പറഞ്ഞില്ല അല്ലേ? അതിൻ്റെ ശിക്ഷ 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം തടവോ ആണ് അതിൻ്റെ ശിക്ഷ, ഐഡന്റിറ്റി തെഫ്റ്റിൻ്റെ ശിക്ഷ. കമ്പ്യൂട്ടറോ അനുബന്ധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചോ ആൾമാറാട്ടം നടത്തി ചതിക്കുന്നത്, അതായത് ആൾമാറാട്ടം നടത്തി ചീറ്റ് ചെയ്യുന്നതിൻ്റെ സെക്ഷൻ എന്താണ്? 66D ആണ് ചീറ്റിംഗ്. പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരാളെ ചീറ്റ് ചെയ്യുവാണെങ്കിൽ 66D വകുപ്പ് പ്രകാരമാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും. അടുത്ത മറ്റൊരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അനുവാദമില്ലാതെ പ്രദർശിപ്പിക്കുന്നത് 66E ആണ്. പണിഷ്മെന്റ് ഓഫ് വയലേഷൻ ഓഫ് പ്രൈവസി. ഒരാളുടെ പ്രൈവസിയെ വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് 66E പ്രകാരമാണ് അയാൾക്ക് ശിക്ഷ കിട്ടുന്നത്. മറ്റൊരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അനുവാദമില്ലാതെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അത് പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസിയാണ്, സെക്ഷൻ 66E. അതിൻ്റെ ശിക്ഷ 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം തടവോ രണ്ടും കൂടിയോ ആണ്. ഇനി അടുത്തത് 66F എന്താണ്? സൈബർ ടെററിസം തടയുന്നത് സംബന്ധിച്ച വകുപ്പാണ് 66F. 66F സൈബർ ടെററിസം ആണ്. അത് ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കേണ്ടി വരും. നമുക്ക് ഒന്നും കൂടി 66ൻ്റെ വകുപ്പുകളെല്ലാം ഒന്നുകൂടെ നോക്കാം. 66 ഹാക്കിംഗ്, 66A സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്, അത് സുപ്രീം കോടതി റദ്ദാക്കി. 66B ആണെങ്കിൽ മോഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. 66C ആണെങ്കിൽ പാസ്വേഡുകൾ, മറ്റൊരാളുടെ ഐഡന്റിറ്റി തെഫ്റ്റ്, പാസ്വേഡുകൾ മോഷ്ടിക്കുന്നത്. 66D ആണെങ്കിൽ കമ്പ്യൂട്ടറോ അനുബന്ധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുക, ചീറ്റ് ചെയ്യുന്നത് 66D. 66E സ്വകാര്യ ചിത്രങ്ങൾ അനുവാദമില്ലാതെ പ്രദർശിപ്പിക്കുക, പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി ആണ് 66E. 66F ആണെങ്കിൽ സൈബർ ടെററിസം.
അടുത്തത് ഇലക്ട്രോണിക് രീതിയിൽ അപമാനകരമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്, പബ്ലിഷിംഗ് ഓഫ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് ഒബ്സൻസ് ഇൻ ഇലക്ട്രോണിക് ഫോം, അതാണ് സെക്ഷൻ 67. 67 പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിച്ച് അപമാനകരമായ വിവരങ്ങൾ, ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കമ്പനിയെക്കുറിച്ചോ ഒരു ഓർഗനൈസേഷനെ കുറിച്ചോ അപമാനകരമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ അത് സെക്ഷൻ 67 വരുന്നത്. അതിൽ 2 മുതൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ് ആദ്യം ആ കുറ്റം ചെയ്താൽ ശിക്ഷിക്കുന്നത്. ആ കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. അടുത്ത അശ്ലീല ചിത്രങ്ങളുടെ പ്രചരണവും സ്വീകരണവും തടയുന്നത്, പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ ഡെപ്പിസിറ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് ഓർ കണ്ടക്ട്, അതായത് കുട്ടികളെക്കുറിച്ചുള്ള അശ്ലീല ചിത്രങ്ങൾ പ്രചരണവും സ്വീകരണവും തടയുന്നതിനാണ് 67A. 67A എന്നാണ് പറയുന്നത്. അടുത്ത 10 ലക്ഷം രൂപ വരെ പിഴയും 5 വർഷം വരെ തടവുമാണ് 67A. അടുത്തത് ചൈൽഡ് പോണോഗ്രഫി തടയുന്നതുമായി ബന്ധപ്പെട്ട IT നിയമം 67B. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ചൈൽഡ് പോണോഗ്രഫി ഏതാണ്? 67B. ഇനി കുട്ടികളെക്കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ സെക്ഷലി എക്സ്പ്ലിസിറ്റി ആക്കുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണവും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് 67A. ചൈൽഡ് പോണോഗ്രഫിയെ തടയുന്നത് 67B. അതിൻ്റെ കുറ്റം 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും, കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. അടുത്ത ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിൽ പിഴവ് സംഭവിക്കുന്ന കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്നത്, അതായത് ഇന്റർനെറ്റ് സർവീസ്, നമുക്ക് ഇന്റർനെറ്റ് നൽകുന്ന ആൾക്കാരാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിൽ പിഴവ് സംഭവിക്കുന്നത് കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 67C. പ്രിസർവേഷൻ ആൻഡ് റിറ്റൻഷൻ ഓഫ് ഇൻഫോർമേഷൻ ബൈ ഇന്റർമീഡിയറീസ് 67C. നെക്സ്റ്റ് പെനാൽറ്റി ഫോർ പബ്ലിഷിംഗ് സർട്ടിഫിക്കറ്റ് ഫോൾസ് ഇൻ സർട്ടൺ പർട്ടിക്കുലേഴ്സ്, അതായത് നമ്മൾ ഇതൊക്കെ കൊടുക്കില്ലേ, കള്ള സർട്ടിഫിക്കറ്റ്, ഇലക്ട്രോണിക് സിഗ്നേച്ചറൊക്കെ, നമ്മുടെ സിഗ്നേച്ചറൊക്കെ ഇട്ട് കള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ സെക്ഷൻ 73 ആണ്. പബ്ലിക്കേഷൻ ഫോർ ഫ്രോഡുലന്റ് പർപ്പസ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ഫ്രോഡ് കാണിക്കുവാണെങ്കിലും സെക്ഷൻ 74. മറ്റേത് കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ഫ്രോഡ് പരിപാടിയൊക്കെ ചെയ്യുവാണെങ്കിൽ 74. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IT ആക്ടിലെ നിയമങ്ങൾ. IT ആക്ടിലെ നിയമങ്ങളും IT ആക്റ്റും നമ്മൾ നോക്കി എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് 66. എല്ലാ വകുപ്പും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 66A, B, C, D, E, F വരെയുള്ള എല്ലാ വകുപ്പുകളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ചോദിച്ചിട്ടുള്ളത് 67B ആണ്. ചൈൽഡ് പോണോഗ്രഫിയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. എന്നാലും ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കും മുറയ്ക്കും 1-2 ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 66ഉം 67B. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം പഠിക്കുക. വളരെ കുറച്ച് നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങളുള്ള ഒരു IT ആക്ട്, ഒരുപാട് സെക്ഷൻസ് ഉള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും PSC പ്രീവിയസ് ചോദിച്ച സെക്ഷൻസും മാത്രമേ നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. നമുക്കിനി അടുത്ത് കുറച്ച് IT പരമായിട്ടും സൈബർ പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈബർ കോടതികളെ പറ്റി പറയുന്ന IT ആക്ട് ഏത്? സെക്ഷൻ 48 സൈബർ കോടതികൾ, സൈബർ കോർട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 48 സൈബർ കോടതികളെ കുറിച്ച് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ആരുടെ പേരിലാണ്? അപ്പോൾ ലോകത്തെ ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്? ജോസഫ് മേരി ജക്വാർഡിൻ്റെ പേരിലാണ് ലോകത്തെ ആദ്യത്തെ സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളി ആസിഫ് അസീം. ലോകത്തെ ആദ്യത്തെ സൈബർ കുറ്റവാളി ജോസഫ് മേരി ജക്വാർഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളി ആസിഫ് അസീം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിലാണ് പറയുന്നത്. സെക്ഷൻ 48 സൈബർ കോടതികളെ പറ്റി പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജക്വാർഡിൻ്റെ പേരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളി ആസിഫ് അസീം. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ബാംഗ്ലൂർ. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. ആദ്യമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷൻ വന്നത് ബാംഗ്ലൂർ ആണെങ്കിൽ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം ബാംഗ്ലൂർ, കേരളത്തിൽ ആദ്യം പട്ടം. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര.
ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെർട്ട് ഇൻ. സെർട്ട് ഇൻ ആണ് ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് സെർട്ട് ഇന്നിൻ്റെ പേര്. അത് നിലവിൽ വന്നത് 2004. അപ്പോൾ ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം സെർട്ട് ഇൻ ആണ്. അതിൻ്റെ ഫുൾ ഫോമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. നിലവിൽ വന്ന വർഷം 2004. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യം. സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ ക്യാറ്റ് എന്ന് പറയുന്നത്, ക്യാറ്റ് നിലവിൽ വന്ന വർഷം 2006. സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ 2006 നിലവിൽ വന്നു. ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടന്നത് എവിടെ? ആസാമിലാണ് സൈബർ ടെററിസം ഇന്ത്യയിൽ ആദ്യമായി നടന്നത്. ലോകത്തിൽ ആദ്യമായി സൈബർ കേസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫ്രാൻസ്. ലോകത്ത് ആദ്യമായി സൈബർ കേസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് എവിടെ? ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യമായി സൈബർ കേസ് നിലവിൽ വന്നത് ചെന്നൈ. അപ്പോൾ സൈബർ കോടതി ആദ്യം ന്യൂഡൽഹിയിൽ വന്നു, എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കേസ് നിലവിൽ വന്നത് ചെന്നൈ. നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ടെററിസം നടന്നതാണ്, അത് ആസാം. ഒന്നുകൂടെ നോക്കാം. ക്യാറ്റ് നിലവിൽ വന്നത് 2006. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ടെററിസം നടന്നത് ആസാം. ലോകത്ത് ആദ്യത്തെ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് നിലവിൽ വന്നത് ചെന്നൈ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ വരുന്ന നഗരം ബാംഗ്ലൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ വരുന്ന നഗരം ബാംഗ്ലൂർ. ഇന്ത്യയിൽ ആദ്യ സൈബർ സ്റ്റോക്കിംഗ് കേസ് വന്നത് ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ വരുന്നത് ബാംഗ്ലൂർ ആണ്. ഇന്ത്യയിൽ ആദ്യ സൈബർ സ്റ്റോക്കിംഗ് കേസ് നിലവിൽ വന്നത് ഡൽഹി. ഇന്ത്യയിൽ ആദ്യ സൈബർ കേസ് വാദിച്ച വ്യക്തി പവൻ ദുഗ്ഗൽ. ഇന്ത്യയിൽ സൈബർ കേസ് ആദ്യമായിട്ട് വാദിച്ച വ്യക്തിയാണ് പവൻ ദുഗ്ഗൽ. കേരളത്തിൽ ആദ്യമായി സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെ? പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായി സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല പാലക്കാട്. ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട്. ഇന്ത്യയിൽ ആദ്യ സൈബർ സ്റ്റോക്കിംഗ് കേസ് നിലവിൽ വന്നത് ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് ബാധിച്ച വ്യക്തി പവൻ ദുഗ്ഗൽ. കേരളത്തിൽ ആദ്യമായി സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട്. ലോകത്തിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറിയാണ് ലോസ് ഏഞ്ചൽസിലാണ്. ലോകത്തിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ലോസ് ഏഞ്ചൽസിലാണ് ലോകത്തിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി നിലവിൽ വന്നത്. ഏഷ്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ആണെങ്കിൽ ഹോങ്കോങ്ങിലാണ് നിലവിൽ വന്നത്. ഏഷ്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ഹോങ്കോങ്. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി വന്നത് ത്രിപുര. ലോകത്ത് ലോസ് ഏഞ്ചൽസ്, ഏഷ്യയിൽ ഹോങ്കോങ്, ഇന്ത്യയിൽ ത്രിപുര. എന്നാൽ ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി ചോദിച്ചാൽ കർണാടക. തെറ്റിപ്പോകരുത്, വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ചാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും അതിൻ്റെ ഉത്തരം. ത്രിപുരയാണ്. എന്നാൽ ഒരു കേന്ദ്രീകൃത എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം മാറുന്നുണ്ട്, കർണാടക. കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി ചോദിച്ചാൽ കർണാടകയും, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ആണെങ്കിൽ ത്രിപുരയും. ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ലോസ് ഏഞ്ചൽസ്, ഏഷ്യയിലാണെങ്കിൽ ഹോങ്കോങ്, ഇന്ത്യയിലാണെങ്കിൽ ത്രിപുര. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി എന്ന് ചോദിച്ചാൽ അത് കർണാടക. 2017 150ഓളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണമാണ് വാനാക്രൈ. വാനാക്രൈ ആണ് 2017 150ഓളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണം. രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ ഭോപ്പാൽ. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ ആണെങ്കിൽ പൂനെ. രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ലോ ആണെങ്കിൽ സൈബർ ലോ പഠിക്കുന്ന സ്ഥലം ഭോപ്പാൽ ആണെങ്കിൽ ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ ഉള്ളത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ ആണെങ്കിൽ മുംബൈ. പോസ്റ്റ് ഓഫീസ് ചെന്നൈ ആണെങ്കിൽ സൈബർ കഫേ മുംബൈ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്കാണ് മുത്തൂറ്റ് ടെക്നോപോളിസ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക് ഏതാണ്? മുത്തൂറ്റ് ടെക്നോപോളിസ്. ഒന്നുകൂടെ നോക്കാം. 2017 150ഓളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണം വാനാക്രൈ. രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ ഭോപ്പാൽ. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് പൂനെ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ മുംബൈ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ സൈബർ പാർക്ക് മുത്തൂറ്റ് ടെക്നോപോളിസ്. ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ആണ് ചന്ദോളി. ചന്ദോളി രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനോറിറ്റി സൈബർ വില്ലേജ് ആണെങ്കിൽ ചന്ദോളി രാജസ്ഥാൻ. സൈബറാബാദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. നമുക്ക് ആ പേരിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? സൈബറാബാദ്, ഹൈദരാബാദ്.
ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് മെല്ലിധാര പയ്യോങ് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. സിക്കിമിലെ സ്ഥലമാണ് മെല്ലിധാര പയ്യോങ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് മെല്ലിധാര പയ്യോങ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ ആണെങ്കിൽ വെങ്കടാചലം വില്ലേജ്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ വെങ്കടാചലം വില്ലേജ്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ചീഫ് ഗുൽഷൻ റോയ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ചീഫ് ഗുൽഷൻ റോയ്. ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മൈനോറിറ്റി സൈബർ വില്ലേജ് ചന്ദോളി. ഇന്ത്യയിലെ ആദ്യത്തെ മൈനോറിറ്റി സൈബർ വില്ലേജ് ചന്ദോളി. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് ആണെങ്കിൽ മെല്ലിധാര പയ്യോങ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് മെല്ലിധാര പയ്യോങ്, മൈനോറിറ്റി സൈബർ വില്ലേജ് ചന്ദോളി. ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ ആണെങ്കിൽ വെങ്കടാചലം വില്ലേജ്, ആന്ധ്രാപ്രദേശ്. സൈബറാബാദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദും. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ചീഫ് ഗുൽഷൻ റോയും ആണ്. തെറ്റിപ്പോകരുത്, മൈനോറിറ്റി വില്ലേജ് ചന്ദോളി. രാജസ്ഥാനിലെ ചന്ദോളിയാണ് മൈനോറിറ്റി വില്ലേജ്. എങ്കിൽ ആദ്യത്തെ സൈബർ വില്ലേജ് ആണെങ്കിൽ സിക്കിമിലെ ഒരു വായിൽ കൊള്ളാത്ത പേരാണ് മെല്ലിധാര പയ്യോങ് ആണ് സിക്കിമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ ആണെങ്കിൽ വെങ്കടാചലം വില്ലേജ്, ആന്ധ്രാപ്രദേശ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി ഇന്ത്യയിലെ ആദ്യ ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. നല്ലൊരു ചോദ്യമാണ്. സൈബർ കൃത്യങ്ങൾ തടയാനായി ഇന്ത്യയിലെ ആദ്യ ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ചത് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്റർ. എന്താണ് ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനം? ഇന്ത്യയിലെ ആദ്യ IT യൂണിവേഴ്സിറ്റി ആണെങ്കിൽ JP യൂണിവേഴ്സിറ്റി, ബീഹാർ. ജയപ്രകാശ് യൂണിവേഴ്സിറ്റി, ബീഹാർ. ഇന്ത്യയിലെ ആദ്യ IT യൂണിവേഴ്സിറ്റി ബീഹാറിലാണ്, ജയപ്രകാശ് യൂണിവേഴ്സിറ്റിയാണ്. ഒന്നുകൂടെ നോക്കാം. സൈബർ കുറ്റകൃത്യം തടയാൻ വേണ്ടി ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ചത് മഹാരാഷ്ട്ര. നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്റർ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ് സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി. ഇന്ത്യയിലെ ആദ്യ IT യൂണിവേഴ്സിറ്റി JP യൂണിവേഴ്സിറ്റി, ബീഹാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ IT ആക്റ്റും അല്ലെങ്കിൽ ITയെ സംബന്ധിച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഇത്രയാണ്. ഇനി സൈബർ കുറ്റകൃത്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സൈബർ മേഖലയിൽ നമുക്ക് നമ്മുടെ ഹാക്കിംഗ്, ഫിഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്. അത് വളരെ അവയർനെസ് ലെവൽ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. സൈബർ ക്രൈംസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. അത് കുറച്ച് വലിയല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ നമുക്കിനി അടുത്ത CA നോക്കാം, കറണ്ട് അഫയേഴ്സ് നോക്കാം. 19ാമത് ഇന്ത്യ ഫ്രഞ്ച് നേവൽ വ്യായാമം വരുണ 2021 അറബിക്കടലിൽ ആരംഭിക്കും. അപ്പം അറബിക്കടലിലാണ് ഇപ്രാവശ്യത്തെ ഇന്ത്യ ഫ്രഞ്ച് നേവൽ എക്സസൈസ്. വരുണ 2021 എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ ഇന്ത്യ ഫ്രഞ്ച് നേവൽ എക്സസൈസിൻ്റെ പേരെന്താണ്? വരുണ 2021. 19ാമത്തെയാണ്, അറബിക്കടലിലാണ് ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന 10ാമത്തെ പർവ്വതമായ മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായി പ്രിയങ്ക മോഹിത്. അപ്പോൾ മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? പ്രിയങ്ക മോഹിത് ആണ്. അത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന 10ാമത്തെ പർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന 10ാമത്തെ പർവ്വതമായ അന്നപൂർണ കീഴടക്കിയത് പ്രിയങ്ക മോഹിത്. സാമ്പത്തിക സ്ഥാപനങ്ങൾക്കായി ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ വ്യതിയാന നിയമം ന്യൂസിലൻഡ് അവതരിപ്പിച്ചു. അപ്പോൾ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ വ്യതിയാന നിയമം കൊണ്ടുവന്ന രാജ്യം ന്യൂസിലൻഡ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2021 ഇന്ത്യക്ക് 142ാം സ്ഥാനമാണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 142ആണ്. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥാനം തന്നെയായിരുന്നു. ആദ്യ സ്ഥാനം നോർവേ, കഴിഞ്ഞ വർഷം നോർവേ തന്നെയായിരുന്നു. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക, പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മൾ കഴിഞ്ഞ CA ഇതുപോലെ ടോപ്പിക്കിൻ്റെ അവസാനമുള്ള 5 CAക്കകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് പറഞ്ഞിരുന്നു. ഇത് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ്. അതും പ്രീവിയസ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യക്ക് 142ാം രാജ്യം, 1ാം സ്ഥാനം നോർവേ. വൈൽഡ് ഇന്നൊവേറ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായ ഏഷ്യൻ വനിതയായി കൃതി കരാത്. അപ്പോൾ ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. എന്താണ്? വൈൽഡ് ഇന്നൊവേറ്റർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് കൃതി കരാത്. ഇന്ത്യക്കാരിയായ ഏഷ്യൻ വനിതയാണ് കൃതി കരാത്. ഒന്നുകൂടെ വേഗം വായിക്കാം. 19ാമത് ഇന്ത്യ ഫ്രഞ്ച് നേവൽ എക്സസൈസ് വരുണ 2021 അറബിക്കടലിൽ ആരംഭിക്കും. അന്നപൂർണ കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത പ്രിയങ്ക മോഹിത്. 10ാമത്തെ ഉയർന്ന പർവ്വതമാണ്. സാമ്പത്തിക സ്ഥാപനങ്ങൾക്കായി ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ വ്യതിയാന നിയമം ന്യൂസിലൻഡ് അവതരിപ്പിച്ചു. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2021 ഇന്ത്യക്ക് 142ാം സ്ഥാനം.
നോർവേക്ക് 1-ാം സ്ഥാനം. വൈൽഡ് ഇന്നൊവേറ്റർ അവാർഡ് നേടിയത് കൃതി കരാന്താണ്, ഇന്ത്യക്കാരിയായ ആദ്യ ഏഷ്യൻ വനിതയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ നമ്മളെ ടോപ്പിക്ക് വളരെ നന്നായിട്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. IT ആക്റ്റാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കുറേ ITയുടെ എക്സ്ട്രാ പോയിൻറ്റ്സും പഠിച്ചിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സും ആയിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ വീഡിയോ ഫുൾ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് IT. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്